കേരളത്തിന്റെ വികസന വിസ്മയമായി മാറിയ വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം 24-ന് മുഖ്യമന്ത്രി നിർവഹിക്കും. തുറമുഖത്ത് നിന്ന് ഇറക്കുമതിയും കയറ്റുമതിയും സാധ്യമാക്കുന്ന എക്സിം കാർഗോ സേവനങ്ങളും ദേശീയപാത ബൈപ്പാസിലേക്ക് നിർമ്മിച്ച പുതിയ പോർട്ട് റോഡിന്റെ ഉദ്ഘാടനവും ചടങ്ങിനോടനുബന്ധിച്ച് നടക്കും. ഏതാണ്ട് 10,000 കോടി രൂപ നിക്ഷേപമുള്ള വികസന പദ്ധതി പൂർത്തിയാകുമ്പോൾ തുറമുഖത്തിന്റെ വാർഷിക ശേഷി 10 ലക്ഷം TEU-വിൽ നിന്ന് 50 ലക്ഷം TEU ആയി ഉയരും. തുറമുഖം പ്രവർത്തനം ആരംഭിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ 710 കപ്പലുകളാണ് എത്തിയത്. രണ്ടാം ഘട്ടത്തിലെ ആകെ നിക്ഷേപം 9,700 കോടി രൂപയാണ്. ബെർത്ത് 800 മീറ്ററിൽ നിന്ന് 2,000 മീറ്ററായും ബ്രേക്ക് വാട്ടർ 3 കിലോമീറ്ററിൽ നിന്ന് 4 വർദ്ധിക്കും. രണ്ടാം ഘട്ടം പൂർത്തിയാകുമ്പോൾ തുറമുഖത്ത് കണ്ടെയ്നറുകൾ എത്തിക്കാനും കയറ്റുമതി ചെയ്യാനുമാകും. റോഡ് മാർഗമുള്ള കണ്ടെയ്നർ നീക്കവും സാധ്യമാകും. ക്രൂസ് ടെർമിനൽ കൂടി വരുന്നതോടെ വൻകിട യാത്ര കപ്പലുകൾക്കും വിഴിഞ്ഞത്തടുക്കാം. ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രക്കിടയിൽ ഇന്ധനം നിറയ്ക്കാനും എത്താം. ഇത് സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തെ കാര്യമായി സഹായിക്കും. ആഗോള സമുദ്രാധിഷ്ഠിത ചരക്കു നീക്കത്തിൽ സുപ്രധാന കണ്ണിയാകും ദക്ഷിണേന്ത്യയുടെ തന്ത്രപ്രധാന വാണിജ്യ കവാടവും വിഴിഞ്ഞം തുറമുഖം ഇതിനോടകം മാറിക്കഴിഞ്ഞു. വിഴിഞ്ഞം രണ്ടാം ഘട്ട വികസനത്തിനായി അധികമായി ഭൂമി ഏറ്റെടുക്കേണ്ടി വരില്ലെന്നതാണ് ഏറ്റവും വലിയ നേട്ടം. കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടെ ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം 35,000 നിന്ന് 1 ലക്ഷമായി ഉയരും. ആകെ ക്രെയിനുകളുടെ എണ്ണം 100 ആകും. ഇതിൽ 300 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാകും. പുതുതായി ഷിപ്പിംഗ് കമ്പനികളും ലോജിസ്റ്റിക് കമ്പനികളും വിഴിഞ്ഞത്തേക്ക് എത്തുന്നതിനനുസരിച്ച് തൊഴിലവസരങ്ങളും വർദ്ധിക്കും. അതേസമയം കടുത്ത കേന്ദ്ര അവഗണനയ്ക്കിടയിലും സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകളുടെ ഫലമായി 2045-ൽ പൂർത്തിയാകേണ്ടിയിരുന്ന സമ്പൂർണ്ണ വികസനമാണ് 2028-ഓടെ യാഥാർത്ഥ്യമാകുന്നത്. എന്നിട്ടും വിഴിഞ്ഞത്തിന്റെ അട്ടിപ്പേർ അവകാശം സ്വന്തമാക്കാൻ കേരളത്തിലെത്തിയ മോദി മറന്നില്ല എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലെത്തിയതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് വരുന്ന പ്രധാനമന്ത്രി വിഴിഞ്ഞത്തിനുൾപ്പെടെ വമ്പിച്ച പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നായിരുന്നു മാധ്യമങ്ങൾ തലങ്ങും വിലങ്ങും വാർത്ത നൽകിയത്. എന്നാൽ 1 മണിക്കൂർ നീണ്ട പ്രസംഗത്തിൽ ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല, സാമ്പത്തികമായി യാതൊരു സഹായവും നൽകാത്ത വിഴിഞ്ഞത്തെക്കുറിച്ച് വളരെ അഭിമാനത്തോടെ സംസാരിച്ച മോദി രണ്ടാം ഘട്ടത്തിന് വേണ്ടിയും ഒന്നും പ്രഖ്യാപിച്ചില്ല. അനുവദിച്ച വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പോലും വായ്പയായി തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന ശത്രുതാ മനോഭാവമാണ് കേന്ദ്രത്തിന്റേത്. നിലവിലെ നിബന്ധനകൾ അംഗീകരിച്ചാൽ കേന്ദ്രം നൽകുന്ന 817.80 കോടി രൂപയ്ക്ക് പകരമായി ഏതാണ്ട് 12,000 കോടി രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടി വരുന്ന സാഹചര്യമാണ് കേരളത്തിനുള്ളത്. സംസ്ഥാന സർക്കാർ ഇതുവരെ 4,777.14 കോടി രൂപയാണ് ഈ പദ്ധതിക്കായി നേരിട്ട് മുടക്കിയത്. മാരിടൈം മേഖലയിൽ ഒരു സംസ്ഥാന സർക്കാർ നേരിട്ട് നടത്തിയ ഏറ്റവും വലിയ നിക്ഷേപമാണിത്. വിഴിഞ്ഞത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാൻസ്മാൻഷിപ്പ് ഹബ്ബാക്കുക എന്നത് ഈ സർക്കാരിന്റെ ലക്ഷ്യമായിരുന്നു. ആ ലക്ഷ്യമാണ് ചുരുങ്ങിയ കാലയളവിൽ സാധ്യമാക്കിയിരിക്കുന്നത്. അതിന്റെ ഓരോ ഘട്ടവും കേരള വികസനത്തിന്റെ നാഴിക കല്ലാണ്. വിഴിഞ്ഞം ലോക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുമ്പോൾ അതോടൊപ്പം ഉയരുന്നത് ഓരോ മലയാളിയുടെയും അഭിമാനമാണ്.